ഇന്നത്തെ സ്പെഷ്യല് കൂന്തൽപ്പീരയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തലൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട പീര അരപ്പ് തയ്യാറാക്കണ്ടേ. അതിന് തേങ്ങ വേണം, പെരിഞ്ചീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഈ പീര ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കൂന്തലുണ്ടല്ലോ അത് ഞാനൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച കൂന്തലോടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂടി തുറന്ന് നോക്കുമ്പോൾ ആഹാ നല്ല വറ്റി, വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂന്തൽപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഞാനൊരു മമ്പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മമ്പയറിൻ്റെ ഉപ്പേരിയും കൂന്തൽപ്പീരിയും കൂട്ടിയിട്ട് നന്നായിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതുവരെ നമ്മുടെ നെത്തലുണ്ടല്ലോ ആ നെത്തൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.